ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സഡ് ഡയറീസ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രസതന്ത്രത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും എങ്ങനെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കണം. 2026 എന്ന് പറയുന്നത് PSC ഒരുപാട് എക്സാംസ് നടത്തുന്ന സമയമാണ്. നന്നായിട്ട് പഠിച്ച് നല്ല ജോലി മേടിക്കാൻ വേണ്ടി ശ്രമിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ കൂട്ടണം. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ളത് ചേരുംപടി ചേർക്കുക. അതിൽ 2 പ്രക്രിയകളും അതിന് ഉൾപ്രേരകങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേതാണ് ശരിയെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. കോണ്ടാക്ട് പ്രക്രിയയിലേക്ക് ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. ഹേപ്പർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നതാണ് അയൺ. ഓസ്റ്റ്വാർഡ് പ്രക്രിയയിലാണെങ്കിൽ പ്ലാറ്റിനം. ഹൈഡ്രജനേഷൻ പ്രക്രിയയിലാണെങ്കിൽ നിക്കൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗൺ മെറ്റലിൽ അടങ്ങിയിട്ടില്ലാത്ത ലോഹം. ഗൺ മെറ്റലിൽ അടങ്ങിയിട്ടില്ലാത്ത ലോഹം അത് ഓപ്ഷൻ എ ആണ്, അയൺ. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലേയത്വത്തിന് എന്ത് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, കുറയുന്നു. വാടിയ പൂക്കൾ ജലം തളിക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിലെത്തുന്നതിന് പിന്നിലുള്ള പ്രതിഭാസം. എൻ്റെ ആൻസർ ഓപ്ഷൻ എ, വൃതിവ്യാപനം. വൈദ്യുത രാസസില്ലുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ചില മേഖലകളിൽ ശരിയായത് ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഡ്രൈസെല്ലിൽ ആനോഡായിട്ട് ഉപയോഗിക്കുന്ന ലോഹം. അതിന് ഓപ്ഷൻ ബി, സിങ്ക്. ഒരു രാസപ്രവർത്തനത്തിൻ്റെ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചുവടെയുള്ളവയിൽ ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, അഭികാരങ്ങളുടെ ഗാഢത, താപനില, ഉൾപ്രേരകം ഇവയെല്ലാം എന്താണ്? രാസപ്രവർത്തന നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ലെഡ് ചേമ്പർ പ്രക്രിയയിലെ ഉൾപ്രേരകം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ലെഡ് ചേമ്പർ പ്രക്രിയയിലെ ഉൾപ്രേരകം ഏതാണ്? എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, NO. കലാമിൻ എന്ന അയിരിൻ്റെ രാസസൂത്രം. കലാമിൻ എന്ന അയിരിൻ്റെ രാസസൂത്രം ഓപ്ഷൻ ബി, ZnCO3. ഇരുട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഏകാത്മക ലായനിയിൽ കൂടി പ്രകാശരശ്മി കടത്തിവിട്ടുകൊണ്ട് പ്രകാശം കടന്നു പോകുന്ന ദിശയിൽ നിരീക്ഷിച്ചാൽ ലായനി സുതാര്യമാണെന്ന് കാണാം. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? എൻ്റെ ആൻസർ ഓപ്ഷൻ സി, ടിൻഡൽ എഫക്റ്റ്. ശരിയായ യോജിച്ചവ കണ്ടെത്തുക. ജിപ്സം CaSO4 2H2O, എപ്സം MgSO4 7H2O, ഗലീന PbS. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവയെല്ലാം ശരിയാണ്. താഴെ നൽകിയിരിക്കുന്ന മൂലകങ്ങളിൽ ഏത് മൂലകത്തിനാണ് സെക്കൻഡിൻ്റെ അംശത്തിലൊന്ന് മാത്രം അർദ്ധായുസ്സും വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നതുമായ കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ലിവർമോറിയം. ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓക്സിജൻ. ഉദാസീന ഓക്സൈഡുകൾ അഥവാ ന്യൂട്രൽ ഓക്സൈഡുകൾക്ക് ഉദാഹരണം ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം ഉദാസീന ഓക്സൈഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓസോൺ വാതകത്തിൻ്റെ നിറമെന്ത്? 15ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓസോൺ വാതകത്തിൻ്റെ നിറമെന്ത്? ആൻസർ ഓപ്ഷൻ എ, ഇളം നീല. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രത്യേകതകൾ പെടുന്നത് ഏതൊക്കെ? സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രത്യേകതകൾ പെടുന്നത് ഏതൊക്കെ? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഇതെല്ലാം. മേളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രത്യേകതകൾ പെടുന്നതാണ്. ഏതൊക്കെയാണ്? താഴ്ന്ന ബാഷ്പീകരണം, സാന്ദ്രതയേറിയ നിറമില്ലാത്ത എണ്ണ പോലുള്ള ദ്രാവകം, ഓക്സികാരിയെ പ്രവർത്തിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം അല്ലേ? മാഗ്നീസ് ഡയോക്സൈഡും ഗാഢ സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഓപ്ഷൻ സി, ക്ലോറിൻ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.